അടുത്തിടെ ഇസ്രായേലുമായി 12 ദിവസത്തോളം നീണ്ടുനിന്ന സംഘർഷത്തിനു ശേഷമുണ്ടായ വെടിനിർത്തൽ ചർച്ചകൾക്ക് പിന്നാലെ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുകയാണെങ്കിൽ രാജ്യത്ത് വീണ്ടും ബോംബാക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വെടിനിർത്തലിനെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണത്തോടുള്ള ട്രംപിന്റെ മറുപടിയായിരുന്നു ഈ ഒരു പ്രസ്താവന. അമേരിക്കയുടെ ബോംബാക്രമണ റെയ്ഡുകൾക്ക് മറുപടിയായി ഖത്തറിലെ ഒരു പ്രധാന US സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ അമേരിക്കയുടെ മുഖത്തടിച്ചുവെന്നും ഒരു കാരണവശാലും ഇറാൻ കീഴടങ്ങില്ല എന്നുമാണ് ഇറാൻ നേതാവ് ഖമേനി പറഞ്ഞത്. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആവശ്യമെങ്കിൽ വീണ്ടും ബോംബാക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ട്രംപിന്റെ പ്രതികരണമുണ്ടായത്. ട്രംപ് അത് തള്ളിക്കളഞ്ഞില്ല. അതൊരു ചോദ്യം കൂടിയല്ല, തീർച്ചയായും അത് സംഭവിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ആക്രമണങ്ങളിൽ ഖമേനിയെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് താനാണെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാനും അമേരിക്കയും അടുത്ത ആഴ്ചയോടെ ആണവ ചർച്ചകൾ നടത്തുമെന്നും അടുത്തിടെ നടന്ന US ആക്രമണങ്ങൾ ഇറാനിലെ ആണവ പദ്ധതിയെ തളർത്തിയെന്ന് അവകാശപ്പെട്ടതിന് ശേഷവും ഒരു കരാറിനുള്ള സാധ്യത ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ട്രംപിന്റെ പരാമർശങ്ങൾക്ക് ശേഷം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചി വളരെ വ്യത്യസ്തമായാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: പ്രസിഡന്റ് ട്രംപ് ഒരു കരാറിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറാനിലെ പരമോന്നത നേതാവായ ഗ്രാൻഡ് ആയത്തുള്ള അലി ഖമേനിയോട് കാണിക്കുന്ന അനാദരവും അസ്വീകാര്യവുമായ നിലപാട് മാറ്റുകയും അദ്ദേഹത്തിന്റെ ദശലക്ഷക്കണക്കിന് വരുന്ന അനുയായികളെ വേദനിപ്പിക്കുന്നത് നിർത്തുകയും വേണമെന്നാണ് അറഗ്ചി പറഞ്ഞത്. ഖമേനിയുടെ പ്രസ്താവനയെ തുടർന്ന് ഇറാനുമേലുള്ള ഉപരോധം നീക്കാനുള്ള ആശയം തന്നെ ട്രംപ് ഉപേക്ഷിച്ചു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രസ്താവനയെ തുടർന്ന് ഇറാനുമേലുള്ള ഉപരോധം നീക്കാനുള്ള ട്രംപിന്റെ ആശയം ട്രംപ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. കോപത്തിന്റെയും വെറുപ്പിന്റെയും അറപ്പിന്റെയും ഒരു പ്രസ്താവനയാണ് തനിക്ക് ലഭിച്ചത്. ഉടൻ തന്നെ ഉപരോധം ഒഴിവാക്കുന്നതിനും മറ്റുമുള്ള എല്ലാ ജോലികളും നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാനെ വേഗത്തിൽ കരകയറാൻ സഹായിക്കുന്നതിനായി ഉപരോധങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് പ്രസിഡന്റ് പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുൻപ് ബാരക് ഒബാമ ഭരണകൂടം ഇറാനുമായി ഒരു ആണവ കരാർ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ JCPOA ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. ഇറാൻ അതിന്റെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുകയും അന്താരാഷ്ട്ര നിരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്താൽ അവർക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുമെന്നതായിരുന്നു ആ കരാറിന്റെ കാതൽ. പക്ഷേ 2018 ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആവുകയും ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ചെയ്തു. ഇതോടെ ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചു. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. നിലവിലെ ട്രംപിന്റെ ഭരണകളികളും ഖമേനിയുടെ പ്രതികരണങ്ങളും ഈ മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ആണവ സമ്പുഷ്ടീകരണം തുടരുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിലേക്കുള്ള നീക്കമായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും മറ്റു പലരും കാണുന്നത്. ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.